ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ മക്കളെ, നാളെ നമ്മൾ എക്സാം എഴുതാൻ പോവാണ് അല്ലേ. സോ ആദ്യമായിട്ട് CA ഫൗണ്ടേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പേ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും കണ്ടിരിക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ 5 മിനിറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാളെ നിങ്ങളുടെ ഒരുപാട് സമയം സേവ് ചെയ്യും. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടും ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് ആയിട്ട് മാത്രം ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, യെസ്, നമ്മളെ ശ്രദ്ധിച്ചു കേട്ടോ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബ്ലാക്ക് പെന്ന് വേണം നാളെ യൂസ് ചെയ്യാൻ അല്ലേ. സോ ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയുമ്പോൾ മക്കളെ, നിങ്ങൾ പുതിയൊരു പെന്ന് നാളെ രാവിലെ വാങ്ങിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതരുത്. കാരണം പുതിയ പെന്നാകുമ്പോഴേക്കും അത്രയും സ്മൂത്ത് ആയിരിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് ഒരു ഏകദേശം ഒരു 10% യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഈ വീഡിയോ കണ്ടത് മുതൽ നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് എഴുതി ശീലമുള്ള ഒരു പെന്ന് വേണം നിങ്ങൾ എക്സാമിന് എടുക്കാൻ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു 2-3 പെന്ന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുക. സോ കുറച്ച് യൂസ് ചെയ്യുക, എന്നിട്ട് യൂസ്ഡ് ആയിട്ടുള്ള പെന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബ്ലാക്ക് പെൻ ആയിരിക്കണം. ഓക്കെ അല്ലേ. സോ 2-3 ബ്ലാക്ക് പെൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ഹോൾ ടിക്കറ്റ് അല്ലേ. സോ ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും മേക്ക് ഷുവർ ചെയ്യുക. സോ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് 3 പേജ് ഉണ്ടാവും. സോ ആ 3 പേജും പ്രിന്റ് എടുത്തോ എന്തായാലും. സോ 3 പേജും പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ നേരെ എക്സാം ഹോളിലേക്ക് പോകും. സോ 3 പേജും വേണം, ഫ്രണ്ടിലെ പേജ് മാത്രമല്ല. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് കാൽക്കുലേറ്റർ. ഓക്കെ അല്ലേ. സോ മക്കളെ നോക്ക്, കാൽക്കുലേറ്റർ നിങ്ങൾക്ക് അറിയാം എന്തായാലും സയന്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ഓക്കെ, സോ മൊബൈൽ ഫോണിൽ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന പോലെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ അതിന് DJ120D അല്ലെങ്കിൽ MJ120D സോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. സയന്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക. ഓക്കെ, സോ എന്തായാലും എക്സാമിനർ അത് അലൗ ചെയ്യില്ല. ഓക്കെ അല്ലേ. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ്, നമുക്ക് ടൈം ഒരുപാട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ എക്സാം എഴുതി അത്രയും ശീലമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 3 hours എങ്ങനെ കംപ്ലീറ്റ് ആവുന്നു, എത്ര സ്പീഡിൽ പോകുന്നുണ്ട് എന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് ഷുവറായിട്ട് നിങ്ങൾ എന്തെടുക്കണം, നിങ്ങളൊരു വാച്ച് നിങ്ങൾ കയ്യിൽ വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ 3 മണിക്കൂർ അവിടെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ, വെള്ളം കൂടി കൊണ്ടുപോവുക. ഓക്കെ അല്ലേ. യെസ്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾക്ക് പേപ്പർ 1നും പേപ്പർ 2നും 2 പേപ്പറിന് നമുക്ക് 15 മിനിറ്റ്സിൻ്റെ കൂൾ ഓഫ് ടൈം കിട്ടും. ഓക്കെ, സോ 15 മിനിറ്റ്സ് 10 to 15 മിനിറ്റ്സ് ആണ് റേഞ്ചിൽ വരിക. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ പറയും. ഓക്കെ അല്ലേ. സോ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ആ എക്സാമിൽ റോൾ നമ്പർ ഫില്ല് ചെയ്യുക. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. സോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്, നിങ്ങൾക്ക് എക്സാമിലെ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഓപ്ഷണൽ ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ ഡിസൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ക്ലിയർ അല്ല മക്കളെ? യെസ്. അടുത്തത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഏകദേശം ഒരു 32 പേജുള്ള ആൻസർ ബുക്ക്ലെറ്റ് ആയിരിക്കും തരിക. ഓക്കെ, സോ ഓൾമോസ്റ്റ് 32 പേജ് മതി. ഇനി ഇൻ കേസ് കൂടുതൽ എഴുതാനുള്ള ഏതെങ്കിലും സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കാൻ പറ്റും. ആ അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ ത്രെഡ് തരും. പക്ഷെ എന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക, ആ ത്രെഡും റിമൂവ് ആകാത്ത പോലെ ജസ്റ്റ് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇതൊരു അഡീഷണൽ ആയിട്ട് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ടിപ്പ് മാത്രമാണ്. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ അക്കൗണ്ട്സ് എക്സാം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ CAയുടെ എക്സാം എഴുതുന്ന സമയത്ത്, പ്രോബ്ലം പേപ്പേഴ്സ് എഴുതുന്ന സമയത്ത് ടൈമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഓക്കെ, സോ ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പെൻസിൽ സ്കെയിൽ ഒക്കെ യൂസ് ചെയ്തിട്ട് ടേബിളൊക്കെ വരച്ചിട്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ P&L ആയിക്കോട്ടെ ഫുള്ള് വരച്ചിട്ടായിരിക്കും ചെയ്യുക. അതിന് ഒരുപാട് സമയം കളയരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഈവൻ എല്ലാ റാങ്ക് ഹോൾഡേഴ്സും പറയുന്ന സെയിം തിങ്. അതായത് നമുക്ക്, ഇപ്പം ഞാനും ഒരു റാങ്ക് ഹോൾഡറാണ്, എനിക്കും ഈ എക്സാമിന് ഫുൾ 100% എഴുതാൻ പറ്റിയതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പെന്ന് സ്കെയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് 100% ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ OMR മാർക്ക് ചെയ്യുന്ന സമയത്ത് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിൽ യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ സ്കെയിലും പെൻസിലും വെച്ച് ബോക്സ് വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ നേരെ എഴുതി പോവുക. കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സ് വരെ സേവ് ചെയ്യാൻ പറ്റും. 5 മാർക്ക് വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. സോ അക്കൗണ്ട്സ് ആദ്യമായിട്ട് എഴുതാൻ പോവാണ്, ടൈം എന്തായാലും പ്രശ്നം വരുന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ എക്സാം നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് തുടങ്ങാം. ഓക്കെ, ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെ ഓർഡറിലാണ്, ഈ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ, കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് ഏത് ഓർഡറിൽ വേണം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അതും കൂടി ഒന്ന് ഡിസൈഡ് ചെയ്യുക. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ആദ്യം എഴുതാൻ. ക്ലിയർ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ
ഈ ക്വസ്റ്റ്യൻ ഡിസൈഡ് ചെയ്തല്ലോ ഏത് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, സോ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ അവർക്ക് വായിക്കാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയുക, ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് റൈറ്റ് ചെയ്യുന്ന ആദ്യത്തെ അരമണിക്കൂർ നല്ല നല്ല കുട്ടപ്പനായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ മിനിറ്റ് മുതൽ സ്പീഡ് തുടങ്ങുക. അതായത് ലാസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾ നല്ല സ്പീഡ് എഴുതാറില്ല യൂഷ്വലി. ആ സ്പീഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവരാൻ നോക്കുക. നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അവസാനം വരുമ്പോൾ. ക്ലിയർ? യെസ്. പിന്നെ നിങ്ങൾ എമൗണ്ട് എഴുതുന്ന എല്ലാ സ്ഥലത്തും റുപ്പീസ് എന്നുള്ള ജസ്റ്റ് സിമ്പിൾ ഇടണം. മറന്നു പോകരുത്, റുപ്പീസ് എന്തായാലും സിമ്പിൾ ഇടാം. പിന്നെ നമ്മളെ ബാലൻസ് ഷീറ്റിൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എഴുതൂലേ, അവിടെ എമൗണ്ട് എന്നുള്ള കോളത്തിൽ വെറുതെ എമൗണ്ട് എഴുതാൻ നിൽക്കേണ്ട, വെറുതെ റുപ്പീസിൻ്റെ സിമ്പിൾ ഇട്ടാൽ മാത്രം മതി. ഓക്കെ ആണോ? യെസ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ്, നിങ്ങൾക്ക് എന്താ പറയുക, ഈ ആൻസർ ഷീറ്റ് തരും. ആൻസർ ഷീറ്റ് തരുന്ന സമയത്ത് അതിൽ ഇങ്ങനെ ഒരു പേജ് ഇങ്ങനെ ഫുൾ ബോക്സ് ആയിട്ടൊക്കെ ഉണ്ടാവുക. ഓക്കെ, സോ ഫുൾ പേജ് ബോക്സ് ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ ബോക്സിൻ്റെ ഉള്ളിൽ മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. അതിൻ്റെ മാർജിന് വെളിയിലൊന്നും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എഴുതാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതാം, 1A ആണെങ്കിൽ 1A എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇവിടെ വേണം ആൻസർ എഴുതാൻ. ക്ലിയർ? ഓരോ ക്വസ്റ്റ്യനും ഓരോ പുതിയ ക്വസ്റ്റ്യനും സബ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ 1A, ക്വസ്റ്റ്യൻ 1B, അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. എല്ലാത്തിനും നിങ്ങൾ സെപ്പറേറ്റ് ഫ്രഷ് ആയിട്ടുള്ള പേജ് എടുക്കുന്നത് നല്ലത്. ക്ലിയർ ആണോ? യെസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങൾ ഒരേ പേജിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1Aയും ക്വസ്റ്റ്യൻ നമ്പർ 1B ഒന്നും എഴുതരുത്. ഒരു ക്വസ്റ്റ്യൻ പേജ് നിങ്ങൾ ചിലപ്പോൾ ഹാഫ് പേജ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ബാക്കി ഒഴിവാക്കി കുഴപ്പമില്ല. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഒരു സാധനമാണ്, നിങ്ങൾ ഇത് എല്ലാം ഹെൽപ്പ് ചെയ്യും. റെഫർ സ്പെസിമെൻ ആൻസർ ബുക്ക്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ നാളെ കാണാൻ പോകുന്ന സാധനമാണ് നിങ്ങളുടെ ഫ്രണ്ട് പേജ്. ഓക്കെ, സോ നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതും ശ്രദ്ധിക്കാം. ഓക്കെ, സോ അതിലുണ്ടാവുന്ന കാര്യമാണ് ശ്രദ്ധിച്ചു നോക്കണേ. ഇവിടെ റോൾ നമ്പർ നിങ്ങൾ നമ്പറിൽ എഴുതാം. 1 2 3 4 5 6. ഇത് പെന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങളോട് പെൻസിലിൽ ഇവിടെ മാർക്ക് ചെയ്യാൻ പറയും. ഓക്കെ, സോ എന്താണ് 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ ഇത് മാർക്ക് ചെയ്യുക. ഇവിടെ സൈന് കൊടുക്കണം. അതേപോലെ ഈ നമ്പർ എന്താണോ അത് നിങ്ങൾ വേർഡ്സിൽ എഴുതണം. ഓക്കെ, സോ 1,23,456 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വേർഡ്സിൽ എഴുതണം. ഓക്കെ അല്ലേ? യെസ്. അതിൻ്റെ കൂടെ ഇവിടെ നിങ്ങൾ എക്സാമിനേഷൻ ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ഉണ്ടാവും. അതേപോലെ പേപ്പർ നമ്പർ 1 സബ്ജക്റ്റ് എന്താ, അക്കൗണ്ടിങ്. നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഇല്ലേ, അതിൽ പേര് ചെയ്തിട്ടുണ്ടാവും, സബ്ജക്റ്റിൻ്റെ പേര് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? യെസ്. സോ ഇതെന്തായാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിങ്ങിൽ കൂൾ ഓഫ് ടൈമിൽ തന്നെ 1 മിനിറ്റ് സേവ് ചെയ്യാൻ പറ്റും. അവർ എക്സാമിനർ ഇൻസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ തീർക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആൻസർ ഷീറ്റ് അഡീഷണൽ ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ മെയിൻ പ്ലസ് എത്ര അഡീഷണൽ ഷീറ്റ് എടുത്തു എന്നുള്ളത് ഇവിടെ എഴുതണം. ഓക്കെ അല്ലേ? ഓരോ ഷീറ്റിനും ഇവിടെ എഴുതണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഇവിടെ ടിക്ക് ഇട്ട് വെക്കണം. ക്ലിയർ ആണോ? യെസ്. സോ ഇത്രയാണ് നിങ്ങൾ മേജറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇത് നല്ല ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും എക്സാം നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓക്കെ, സോ ടൈം 3 hours ഉണ്ട് മക്കളെ. 3 hours നല്ല സ്പീഡായിട്ട് എഴുതാം. അക്കൗണ്ട്സ് എക്സാം ഫസ്റ്റ് എക്സാം അവർ എപ്പോഴും ലെങ്തി ആക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ടെൻഷൻ അടിക്കരുത്, നിങ്ങൾ ഫാസ്റ്റായിട്ട് എഴുതി തീർക്കാം. നിങ്ങൾക്ക് ഫുൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, മനസ്സിലായോ, ഓരോ ക്വസ്റ്റിനെ ഫുൾ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ കംപ്ലീറ്റ് ചെയ്യലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർക്ക് കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ ബാക്കിയുള്ളവർക്കും ടഫ് ആയിരിക്കും. സോ എല്ലാവർക്കും ഓൺ ആൻ ആവറേജ് ബേസിസ് ആയിരിക്കും. മനസ്സിലായില്ലേ? സോ എന്തായാലും എല്ലാവരും പ്രോപ്പറായിട്ട് ആ 3 hours യൂട്ടിലൈസ് ചെയ്യുക. സ്പീഡായിട്ട് എഴുതി തുടങ്ങുക. സ്റ്റാർട്ടിങ് മുതൽ സ്പീഡാക്കുക. ദിസ് ഈസ് ദ മെയിൻ പോയിന്റ്. ക്ലിയർ അല്ല മക്കളെ? യെസ്, ആ പെൻസിലും സ്കെയിലും ഒഴിവാക്കാൻ പറ്റണം, ഒഴിവാക്കുക. ദാറ്റ് ഈസ് മൈ ഇമ്പോർട്ടൻറ്റ് സജഷൻ. ക്ലിയർ? ഓക്കെ മക്കളെ, സോ ബൈ. ഓൾ ദി ബെസ്റ്റ്.